അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡതാണ്. നമ്മളിതിൽ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതിൽ 5 വലിയ വെളുത്തുള്ളി, 1 പച്ചമുളക്, ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ച് വെച്ച പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പകുതി മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ചിക്കനിലെ മസാല പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കൊരു തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് തേങ്ങ വേണ്ട. അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി, ഒരു ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം അത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പകുതി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാത്ത തന്നെ 2 ട്രിപ്പായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവില്ല ചിക്കൻ്റെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്നായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഇതാ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് തേങ്ങയൊക്കെ ഇട്ടൊന്ന് മുരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാ മിക്സൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് മൊരിഞ്ഞു പോകണ്ട. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ തേങ്ങ ഒന്ന് ചെറുതായി മൊരിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കിയ ശേഷം മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് മൂടി വെച്ചിട്ട് ഈ ചിക്കനും തേങ്ങയും ഒന്ന് മിക്സ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നല്ല കറക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ട് നീളത്തിൽ കനലില്ലാതെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ആ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.